ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ പല പല കാര്യങ്ങൾ ഓടിമറിഞ്ഞിരിക്കും. ചില വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, അവന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു, അങ്ങനെ അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ത് രസമായേനെ, അല്ലേ? എന്നാൽ മനഃശാസ്ത്രം ഒന്നും പഠിക്കാതെ തന്നെ ചാണക്യതന്ത്രത്തിൽ ചാണക്യൻ പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കിയ നമുക്കൊരു വ്യക്തിയെ നന്നായി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ചാണക്യൻ പറയുന്നത്. എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് നോക്കാം. 4 കാര്യങ്ങളാണ് ചാണക്യൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്പർ 1, വിദ്യ. ഒരാൾ എത്രയെല്ലാം അറിവ് സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും പ്രായോഗിക തലത്തിൽ അത് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ നേടുന്ന ഓരോ അറിവുകളും പ്രയോജനപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വരും. പക്ഷേ ആ അവസരത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ വിദ്യ കൊണ്ട് യാതൊരു കാര്യമില്ലെന്നാണ് ചാണക്യൻ പറയുന്നത്. നമ്പർ 2, കുലമഹിമ. ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണത്തിലൂടെയാണ് കുലമഹിമ നിലനിൽക്കുന്നത്. തൻ്റെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ചും കുടുംബത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും നാടിൻ്റെയും രാജ്യത്തിൻ്റെയും മഹത്വത്തെക്കുറിച്ചും വാചാലനാവുകയല്ല വേണ്ടത്, ആ മഹത്വം നമ്മുടെ സ്വഭാവത്തിലാണ് വേണ്ടതെന്ന് ചാണക്യൻ പറയുന്നു. ഒരാളുടെ സ്വഭാവ ഗുണത്തിലൂടെയാണ് അയാളുടെ കുലമഹിമ ബോധ്യപ്പെടുന്നത്. വീരവാദങ്ങളിലൂടെയും കുടുംബത്തിൻ്റെയും കുലത്തിൻ്റെയും മഹത്വം പറഞ്ഞു നടക്കുന്നവൻ യഥാർത്ഥത്തിൽ നല്ല വ്യക്തി അല്ല എന്നാണ് ചാണക്യൻ പറയുന്നത്. നമ്പർ 3, ജ്ഞാനി. ഒരിക്കലും ഒരു ജ്ഞാനിയോ ശ്രേഷ്ഠനോ അയാളുടെ കഴിവുകളും മഹത്വങ്ങളും പറഞ്ഞു നടക്കാറില്ല. അയാളുടെ ഗുണങ്ങൾ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിട്ടാണ് അയാളെ ജ്ഞാനി എന്നും ശ്രേഷ്ഠൻ എന്നും വിളിക്കുന്നത്. ജ്ഞാനിയായോ ശ്രേഷ്ഠനായോ ആർക്കും അഭിനയിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഏറെ നേരം സ്വന്തം ഗുണങ്ങൾ മറച്ചു പിടിക്കാനും സാധിക്കില്ല. എത്ര അഭിനയിക്കാൻ ശ്രമിച്ചാലും അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുമെന്നാണ് ചാണക്യൻ പറയുന്നത്. നമ്പർ 4, ക്രോധം. ഒരാളുടെ ഭാവത്തിൽ അതേപടി പ്രതിഫലിക്കുന്ന ശരീരത്തിലെ അവയവമാണ് കണ്ണ്. മനഃപൂർവ്വം എന്തെല്ലാം മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും കണ്ണുകൾ അത് മൂടി വെക്കില്ല. ക്രോധവും അങ്ങനെ തന്നെയാണ്. ക്രോധം കൊണ്ട് ഒരാളുടെ കണ്ണുകൾ നോക്കി തിരിച്ചറിയാം അവൻ ദേഷ്യപ്പെടുന്ന രീതി എന്താണെന്നുള്ളത്, അവൻ്റെ ഭാവം എന്താണെന്നുള്ളത്. ഈ 4 കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഒരാളുടെ മനസ്സിലുള്ളത് ഉള്ളിൽ തെളിയിക്കുന്നു എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നത്. അവയിൽ പറഞ്ഞിട്ടുള്ളവയാണ് വിദ്യ. ഒരറിവാണ് നമുക്ക് എപ്പോഴും ഒരു വ്യക്തിയെ എത്രത്തോളം ജ്ഞാനി എന്ന് അറിയിക്കുന്നത്. ഒരു അറിവില്ലാത്ത വ്യക്തിയോട് സംസാരിക്കുന്നതും ഒരു അറിവുള്ള വ്യക്തിയോട് സംസാരിക്കുന്നതും രണ്ട് തലത്തിലാണ്. ഒപ്പം തന്നെ പറയുന്നുണ്ട്, പ്രധാനപ്പെട്ടവർ പറയുന്നുണ്ട്, കണ്ണുകളിൽ അവൻ്റെ പ്രകടനം തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, നിന്റെ കണ്ണിൽ നോക്കിയാൽ അറിയാമല്ലോ നീ പറയുന്നത് കള്ളമാണ് എന്നുള്ളത്. അത് എത്രമാത്രം വാസ്തവം എന്നുള്ളത് നേരത്തെ ചാണക്യൻ തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ ഓരോ പ്രവർത്തന മേഖല, ഓരോ വ്യക്തികൾ തന്നെ പുകഴ്ത്തി പറയുന്നവൻ ഞാൻ ജ്ഞാനിയാണ് അല്ലെങ്കിൽ ഞാൻ അറിവുള്ളവനാണ് എന്ന് പറയുന്നത് അവൻ ഒരിക്കലും അറിവുള്ളവനായിരിക്കില്ല. അവൻ്റെ അറിവ് നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ്റെ പ്രവർത്തനത്തിലൂടെ തന്നെയാണ്. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ. ഒപ്പം നിൽക്കുന്നവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ കണ്ണുകളിൽ പറയും അവരുടെ സത്യവും മിഥ്യയും. എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്